ബയോട്ടിൻ ഗമ്മീസ് കഴിച്ചു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ബയോട്ടിൻ ഗമ്മീസ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പോണില്ല. കാരണം അതിനകത്ത് നമുക്ക് വേണ്ട അത്രയും ഇനഫ് ബയോട്ടിൻ ഉണ്ടാവണം എന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ബയോട്ടിൻ കമ്മി കഴിച്ചാൽ ഹെയർ ഫോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയർ ഫോളിൻ്റെ ഡെഫിഷ്യൻസി ബയോട്ടിൻ ഡെഫിഷ്യൻസി കാരണമല്ല, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നതെങ്കിൽ ബയോട്ടിൻ കമ്മി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവാനായിട്ട് പോകുന്നില്ല. ഇൻ കേസ് മറ്റേ ഡെഫിഷ്യൻസി ഇൻക്രീസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് ബയോട്ടിൻ നല്ലതായിട്ട് ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗമ്മീസിൽ കുറച്ച് ഇംബാലൻസ് ആയിട്ടാണെങ്കിൽ കുറച്ചെങ്കിലും ബയോട്ടിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സഡൻ ആയിട്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മാറുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ആ ഒരു ഷോക്ക്, നമ്മുടെ ബോഡിക്ക് ഒരു ഷോക്ക് കണക്ക് വരും, ന്യൂട്രീഷൻ ഷോക്ക് എന്ന് പറയും. അത് കാരണം നമുക്ക് എക്സീവായിട്ട് ചിലപ്പോൾ ഒരു ഹെയർ ഫോൾ ഉണ്ടാവും ഇനീഷ്യൽ സ്റ്റേജിൽ, പിന്നെ അത് സ്റ്റോപ്പ് ആവാനും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് തൈറോയ്ഡ് ഡെഫിഷ്യൻസി ഒക്കെ കാരണമാണ് നിങ്ങൾ ഈ ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ഒരുപാട് ബയോട്ടിക് ഗമ്മീസ് അല്ല അതിൻ്റെ ടാബ്ലറ്റ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ടൊക്കെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തൈറോയിഡിൻ്റെ സ്റ്റിമുലേഷനെ ഇംബാലൻസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് ഹെയർ ഫോളും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ബയോട്ടിൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഹെയർ ഫോൾ വരത്തില്ല. പക്ഷേ ഈ റീസൺസ് ഒക്കെ കൊണ്ട് നമുക്ക് ഹെയർ ഫോൾസും ഉണ്ടാവാനുമുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾ ബയോട്ടിൻ കമ്മി കഴിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെക്ക്. ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.